അൻസിബെ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എൻ്റെ അനുഭവമാണ്. എന്നെ വിളിച്ച് എന്താണ് പലവട്ടം നിങ്ങൾ കേട്ട് കാണും, മാലാപാർവതിയാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് നിങ്ങൾ പലവട്ടം കേട്ട് കാണും. എന്താണ് ആ ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ശ്വേത എനിക്ക് മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നത്? ജനറൽ ബോഡി ഞാൻ സംസാരിക്കാൻ പാടില്ല, മീഡിയ പോ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിനൊരു തെളിവ് കൂടിയുണ്ട്, ഒരാൾ കൂടി ആ കോൺ കോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ചേച്ചി, ഐ എം telling you because I love you. You don't know what you are getting into. Please stay away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.